ഞാൻ ട്രെയിനിൽ കയറിയിട്ടോ. പിന്നെ ഇത് അടിപൊളി ഒന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഏകദേശം 100 ബാത്തിന്, അതായത് ഏകദേശം 270 രൂപയ്ക്ക് ഇത് ഓക്കെയാണ്, വേർത്താണ്, ചീപ്പസ്റ്റ് ട്രെയിൻ. ഇന്നിപ്പം നമ്മൾ ഇവിടുന്ന് മ്യാൻമറിലേക്ക് പോവുകയാണ്. തായ്ലൻഡിൽ നിന്ന്, ബാങ്കോക്കിൽ നിന്ന് ഡയറക്റ്റ് മ്യാൻമറിലേക്ക് ബൈ ട്രെയിനാണ് പോകുന്നത്. ഏകദേശം കാഞ്ചനപുരി വരെ നമുക്ക് ട്രെയിൻ കിട്ടും. അതിനപ്പുറത്തോട് നമ്മൾ ബൈ ബസ്സോ ബൈ ടാക്സിയോ അല്ലെങ്കിൽ ഓസിയോ എങ്ങനെ എന്തെങ്കിലും ആക്കി പോകണം. അപ്പോൾ എന്തായാലും ഞാൻ നോക്കട്ടെ. ഓക്കെ, അപ്പോൾ എൻ്റെ ഡ്രസ്സ് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. ഇവിടെ നല്ല ചൂടാട്ടോ, നല്ല ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങാം കേട്ടോ. ഇനി നേരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോവാം, എന്നിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഇപ്പോൾ ട്രെയിൻ 2 മണിക്കാട്ടോ ഉള്ളത്. ജേറൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് കാഞ്ചനപുരിയിലേക്ക് ട്രെയിനുള്ളത്. ഇതിൽ 12 ബാത്താണ് കൊടുത്തത്, പക്ഷേ അതായിരിക്കുമല്ലേ പ്രൈസ്. പിന്നെ ഇവിടെ നമുക്ക് ആ ഒരു ലൊക്കേഷനിലോട്ട് എത്തണമെങ്കിൽ ജസ്റ്റ് നമുക്ക് ബസ് കിട്ടും ഈ ഒരു ലൊക്കേഷനിൽ നമ്മുടെ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ വരെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് സിമ്പിളാണ്. ഗൂഗിൾ മാപ്പ് ഉണ്ടെങ്കിൽ, ഗൂഗിൾ മാപ്പ് നെറ്റും ഉണ്ടെങ്കിൽ എവിടെ നമ്മൾ ലോക്കായി പോകില്ല. അപ്പോൾ അതൊരു പ്ലസ് പോയിൻ്റ് ആണ്. എന്തായാലും ഞാൻ ബസ് കയറിയിട്ട് അവിടെ എത്തുന്ന വരെയുള്ള എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ബാങ്കോക്കിലേക്ക് നമ്മൾ തിരിച്ചു വരും കേട്ടോ, കുറച്ചുകൂടി കഴിഞ്ഞിട്ട്. ഇപ്പം നമ്മൾ മ്യാൻമർ പോയിട്ട് അങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് കംബോഡിയ വഴി ബാങ്കോക്കിലേക്ക് തന്നെ വരും. ഇനി ബസ് എപ്പോഴാണാവോ വരികയോ ഇനി നമുക്ക് അതുപോലത്തെ ഒരു AC ബസ്സായിട്ടോ വരിക. ബസ്സിൻ്റെ ടൈം കറക്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ, എപ്പോഴൊക്കെ വരിക എന്നുള്ള. ഓരോ 15 മിനിറ്റ്സിലും ബസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, യൂസ്ഫുള്ളാണ്. അപ്പോൾ ബസ്സിൽ കയറിയിട്ടോ. ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇംഗ്ലീഷ് വലിയൊരു പിടുത്തല്ല. അതിനെക്കൊണ്ട് ഇതെങ്ങനെ ട്രാൻസ്ലേറ്ററൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. 25 ഓക്കെ. പോയി ബസ്സിൽ വലുതായിട്ട് ആൾക്കാരൊന്നുമില്ല കേട്ടോ, കുറച്ച് എക്സ്പെൻസീവും കൂടാണ്. ഏകദേശം എനിക്ക് തോന്നുന്നൊരു 4-5 കിലോമീറ്റർ എങ്ങാനായിട്ട് അതിന് ഏകദേശം 60 റുപ്പീസാണ് കോസ്റ്റ് വരുന്നത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ടാക്സി എടുക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ്. അപ്പം ഞാൻ മാത്രമായോ ഈ സിറ്റി കണ്ടില്ലേ, എത്ര ക്ലീനാണ് കണ്ടില്ലേ. തായ്ലൻഡ് ശരിക്കും വലിയ കൺട്രി ഒന്നുമല്ല, ഏകദേശം ഇന്ത്യ പോലെ കേരളം പോലെ തന്നെയുള്ളൊരു സ്ഥലമാണ്. പക്ഷെ അവർ നമ്മൾ വിചാരിച്ചാൽ നടക്കുകയൊക്കെ ചെയ്യും. റെയിൽവേ ട്രാക്ക് ആട്ടോ. ഇവിടുത്തെ ഒരു മെയിൻ സ്റ്റേഷൻ വരുന്നത് തൺപൂരി ആട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാണ്. ഇവിടെ ജെറ എന്ന് പറയുന്ന സ്റ്റേഷൻ ചെറിയൊരു സ്റ്റേഷനാണ്. നമ്മൾ ഈ പരപ്പനങ്ങാടി അതുപോലെ കടലുണ്ടി അങ്ങനത്തെയൊക്കെ ചെറിയ സ്റ്റേഷനില്ലേ, അങ്ങനത്തേലാണ്. അവിടുന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ്. നമുക്ക് തമ്പൂരി എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മൾ കോഴിക്കോടൊക്കെ പോലത്തെ കുഴപ്പമില്ലാത്തൊരു റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ പോവാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഇവിടുന്ന് ഏകദേശം ഒരു 800 മീറ്റർ ഉണ്ട് നടക്കാൻ. അപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ. കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ല മഴ പെയ്യും. അതിനെക്കൊണ്ട് വലിയ കുഴപ്പമില്ല, അതിലിങ്ങനെ ടാലിയാക്കി പോകുന്നുണ്ട്. സ്റ്റേഷൻ എത്തിയിട്ടോ. ഏകദേശം നമ്മൾ ഊട്ടിയിലൊക്കെ ലേറ്റാൽ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഞാൻ മാത്രമേ നടന്നു വരുന്നുള്ളൂ കേട്ടോ, ബാക്കി എല്ലാവരും വണ്ടിയിലൊക്കെ വരും. ട്രെയിനിൻ്റെ സമയമുണ്ട് കേട്ടോ. ഇപ്പോൾ നോർത്തിലേക്കും അതുപോലെ സൗത്തിലേക്കും ഒക്കെ പോകുന്ന ട്രെയിനിൻ്റെ ടൈമുണ്ട്. സൗത്ത് എന്ന് പറയുമ്പോൾ മലേഷ്യ ഭാഗത്തേക്ക് പോകുന്നു, നോർത്ത് എന്ന് പറയുമ്പോൾ ലാവോസ് ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് പോകേണ്ട ഇവിടെ 1:55 കേട്ടോ. 1:55 ലംടോക്കിലേക്ക് ഉള്ളത് വേണ്ടി. ഓക്കെ, അതാണ് മ്യാൻമർ ബോർഡർ. ഓക്കെ ഗൈസ്, ടിക്കറ്റ് കിട്ടി. 100 ബാത്ത് കേട്ടോ. നമ്മുടെ നാട്ടിലൊരു 270 റുപ്പീസ്. ഏകദേശം ഇവിടുന്ന് അങ്ങോട്ട് ഒരു 150 കിലോമീറ്റർ ഉണ്ട്. 150-140 ആണ്, അത്രത്തോളം ഉണ്ട്. അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ മീൽസ് കിട്ടും കേട്ടോ. പിന്നെ ഐറ്റംസിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഏകദേശം 25 ബാത്തേ ഉള്ളൂ. പക്ഷേ നാട്ടിലൊരു 60 റേറ്റ്. ഇന്ന് പള്ളിയിൽ പോയി വരിക കേട്ടോ. നമ്മുടെ ട്രെയിൻ എടുക്കാൻ ഒരു 1.5 മണിക്കൂറും കൂടി ഉണ്ട്. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു 800 മീറ്റർ അപ്പുറത്ത് ഒരു പള്ളിയുണ്ട്. അപ്പോൾ തൽക്കാലം ഇപ്പോൾ നമ്മൾ അവിടെ പോയി വരിക. പിന്നെ ദുഹൂർ അവസരം കൂടി ഇപ്പോൾ നിസ്കരിക്കുകയാണെങ്കിൽ പിന്നെ രാത്രി നോക്കിയാൽ മതി. പിന്നെ ഇത് മെയിൻ സിറ്റിയിൽ നിന്ന് കുറച്ച് പുറത്തൊക്കെ കേട്ടോ. അപ്പോൾ ഇവിടെ പൊതുവേ വില കുറവാണ് ഒരുവിധം പ്രോഡക്ട്സിനൊക്കെ, ഫുഡ് ഐറ്റംസിനാണെങ്കിലും ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ വില കുറവാണ്. ഞാനിപ്പോൾ പള്ളിയിലേക്ക് പോകുന്ന ഇവിടെ മിനാറൊന്നും കാണുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഏതെങ്കിലും മാളിലെങ്ങാനുള്ള പള്ളിയായിരിക്കും. പോയോ കേട്ടോ. ഇതൊരു ഹോസ്പിറ്റലാണോ, ഹോസ്പിറ്റലിൻ്റെ അകത്തുള്ള പള്ളിയാണ്. കാണുന്നുമില്ല, റിവ്യൂ ഇല്ല, ആൾക്കാരങ്ങനെ കയറി നോക്കാട്ടോ. പെട്ടെന്ന് ആർക്കും കയറി വരാൻ പറ്റൂല. അവിടെ പോയി രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ സ്കാൻ ചെയ്തിട്ട് ഓപ്പൺ ആക്കി തരും. അപ്പോൾ ഇതാണ് ട്രെയിൻ. എടുക്കാൻ ഇനി 1.25 മണിക്കൂറും കൂടി ഉണ്ട് കേട്ടോ. പക്ഷെ എല്ലാവരും ചാടി കയറിയിരുന്നേക്ക്. അൺറിസേർവ്ഡ് സീറ്റ് ആയതിനെ കൊണ്ട്
സീറ്റ് കിട്ടൂല. എൻജിൻ എത്തിയില്ല, വരുമായിരിക്കും. ഗൈസ്, ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന കേസ് ഈസി ആട്ടോ. നിങ്ങൾ തമ്പൂരി ലൊക്കേഷൻ അടിക്കുക, ഇവിടെ വരിക, എന്നിട്ട് നോർമലി നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ലോക്കൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന പോലെ ടിക്കറ്റ് ബുക്ക് ചെയ്യുക. സിമ്പിളായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും, ഒരു റിസ്ക്കും ഇല്ല. പിന്നെ നാട്ടിലെ പോലെ ഭയങ്കരമായിട്ട് ആൾക്കാർ കയറി തിക്കി തിരക്കിയുള്ള അങ്ങനത്തെ ഒരു ഇതും ഇവിടെ ഉണ്ടാവില്ല. ഞാൻ ട്രെയിനിൽ കയറിയിട്ടോ. പിന്നെ ഇത് അടിപൊളി ഒന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഏകദേശം 100 ബാത്തിന്, അതായത് ഏകദേശം 270 രൂപയ്ക്ക് ഇത് ഓക്കെയാണ്, ബർത്താണ്. ചീപ്പസ്റ്റ് ട്രെയിൻ എന്ന് പറയുമ്പോൾ, തായ്ലൻഡിലെ ചീപ്പസ്റ്റ് ട്രെയിൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റൂ. ഒരിക്കലും നിങ്ങൾ വലിയൊരു എക്സ്പെക്റ്റേഷൻ വെച്ച് വരാൻ നിൽക്കരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അത്യാവശ്യം നല്ല ക്ലീനാണ്, ബാക്കിയുള്ളതൊക്കെ അടിപൊളിയാണ്, റോഡ് അതുപോലെ ബസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ട്രെയിനും അടിപൊളിയായിരിക്കുന്നു. പക്ഷേ അങ്ങനെയൊന്നുമില്ല, നമ്മുടെ നാട്ടിലെ പോലെ തന്നെയുള്ളൊരു ട്രെയിനാണ്. പിന്നെ നെഗറ്റീവ് ആക്കല്ല കേട്ടോ, ഇതിപ്പോൾ ലോക്കൽ ടിക്കറ്റാണ്, അൺറിസർവ്ഡ് സീറ്റാണ്. അപ്പോൾ ഇതിൽ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഇവിടെ എ ക്ലാസ് ട്രെയിൻ വേറെ ഉണ്ട്, അത് ഓക്കെയാണ്, അത് അടിപൊളിയാണ്. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. സിറ്റി ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഒരു പക്ക കേരളം അങ്ങ് കാണാൻ പറ്റും. അങ്ങനെയാണ്, സിറ്റിയിൽ മാത്രമേ ഈ ഒരു കാര്യം. ഏകദേശം നമ്മൾ ഒരു ഇപ്പോൾ ട്രെയിൻ മൂവ് ചെയ്തിട്ടോ, എന്തോ ഒരു ഫീലിങ്സ്. പക്ഷെ കുഴപ്പമില്ല, നമ്മളെന്തായാലും തിരിച്ച് പോകുമ്പോൾ കേട്ടോ പോകുന്നത്, പെട്ടെന്ന് ബ്രേക്ക് ഇടുന്നത് ഒരു ഇതില്ല. ഇത് കണ്ടില്ലേ, ട്രെയിൻ പോകുന്നൊരു വഴിക്ക് ഒരു ഇത് കൊടുക്കുക നമ്മൾ. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല, റോഡുമ്മ കൂടെയൊക്കെ ഒരു കൂസലും ഇല്ലാണ്ടാവും. പിന്നെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പറ്റും കേട്ടോ. ഇതല്ല, കാര്യം ഇവിടെ വളരെ പൂറായിട്ട് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അത് കാര്യം മറ്റൊന്നുമല്ല. ഒന്നാമത് ഇവരൊക്കെ പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ്. നമ്മൾ തായ്ലൻഡിൽ നിന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഭയങ്കര സ്റ്റാൻഡേർഡായിട്ട് നിൽക്കുന്ന ആൾക്കാരൊന്നുമല്ല, ഇങ്ങനെ കുറച്ച് ആൾക്കാരും ഉണ്ട്. കാര്യം മെയിനായിട്ട് ഇപ്പോൾ മ്യാൻമാറിൽ നിന്നൊക്കെ കുറേ ആൾക്കാർ ഇങ്ങോട്ട് ഇല്ലീഗലായിട്ടൊക്കെ കയറി വരുന്നുണ്ട്. ലീഗലായിട്ട് വലിയ തിരക്കൊന്നുമില്ല, പക്ക സുഖമായിട്ട് യാത്ര ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഏകദേശം ഒരു കേരളത്തിൻ്റെ തീര് കിട്ടുന്നുണ്ട്. ഇതുവരെയുള്ള നമ്മുടെ ഒരു ജേണി പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഏകദേശം 22ാമത്തെ ദിവസമാണ്. നമ്മൾ കോഴിക്കോട് നിന്ന് ആദ്യം മുംബൈയിൽ പോയി, മുംബൈയിലൊന്ന് വിസിറ്റ് ചെയ്തു. പിന്നെ നാഗ്പൂർ പോയി, നാഗ്പൂർ വിസിറ്റ് ചെയ്തു. ശേഷം നമ്മൾ കൽക്കട്ട പോയി. കൽക്കട്ടയിൽ നിന്ന് പിന്നെ നമ്മൾ നേരെ ഭൂട്ടാനിലേക്കാണ് പോയത്. ഭൂട്ടാനിൽ പോയി പിന്നെ നമ്മൾ നാഗാലാൻഡ് പോയി, മണിപ്പൂർ പോയി. മണിപ്പൂരിൽ നിന്ന് മ്യാൻമാറിലോട്ട് കയറാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാക്ക് ടു കൽക്കട്ട വന്നു. കൽക്കട്ടയിൽ നിന്ന് പിന്നെ ഫ്ലൈറ്റ് എടുത്തിട്ട് നമ്മൾ തായ്ലൻഡിലേക്ക് പോയി. തായ്ലൻഡിൽ പോയതിന് ശേഷം പിന്നെ ബാങ്കോങ്ങിൽ നിന്ന് നമ്മൾ കാഞ്ചനപുരിക്ക് ട്രെയിനിൽ വന്നിറങ്ങി. അങ്ങനെ കാഞ്ചനപുരി എത്തിട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ ബോർഡറിൽ അപ്പോൾ ഇനി ഇവിടെ നിന്ന് ബോർഡറിലേക്ക് പോകണം. ബോർഡറിലേക്ക് ഏകദേശം ഒരു 70 കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ ബോർഡർ ഇപ്പോൾ ഓപ്പൺ ആവില്ല. ഏകദേശം ഇപ്പോൾ ഓപ്പൺ ആണ്, പക്ഷേ 6 to 6 വരെ ഓപ്പൺ ഉള്ളൂ. അപ്പോൾ 6 o'clock ആകുമ്പോഴേക്ക് ക്ലോസ് ചെയ്യും. ഇപ്പോൾ ഏകദേശം 4:30 ആയിട്ടുണ്ട്. ഞാൻ എന്തായാലും 1.5 മണിക്കൂർ കൊണ്ട് അവിടെ എത്തിയില്ല, എനിക്ക് ക്രോസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതൊരു ടാസ്ക്കാണ്. പിന്നെ അങ്ങോട്ടുള്ള ട്രാവലിങ് എങ്ങനെയാണെന്നൊരു പിടുത്തമില്ല. അത് നോക്കട്ടെ എങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. ഹിച്ച് ഹൈക്കിങ് പോസിബിൾ ആവില്ല. ഇവിടെ മ്യാൻമാറിൽ കുറച്ച് സീനാണ്, കുറേ ആൾക്കാർ എന്തോ പെട്ടുപോയൊക്കെ ചെയ്ത് കാണാം. അപ്പോൾ ഹിച്ച് ഹൈക്കിങ് കുറച്ച് സീനാണ്. എന്തായാലും നോക്കട്ടെ. ചെറിയൊരു പണി കിട്ടി. ഇവിടുത്തെ ബോർഡർ ക്ലോസ് ആട്ടോ, ഫെനംറോൺ എന്ന് പറയുന്ന ബോർഡർ ക്ലോസ് ആണ്. അപ്പോൾ ഇനി ഇവിടുന്ന് പോകണം. വേറെ ഓപ്പണായി കിടക്കുന്ന എവിടെയെങ്കിലും, മ്യാൻമാറിൽ ഓപ്പണായി കിടക്കുന്ന എവിടെയെങ്കിലും ഏതെങ്കിലും ബോർഡറിൽ പോയി കയറണം. അതേപോലെ ഇപ്പോൾ ഒരു വെള്ളം കുടിക്കാൻ കയറിയാണ്. ഇപ്പോഴൊരു കാര്യം മനസ്സിലായി, ഇവിടെ എല്ലാത്തിനും പകുതി വിലയുണ്ട് കേട്ടോ. ബാങ്കോങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കാഞ്ചനപുരിയാണ്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഒരു കോക്കനട്ട് സ്കൂട്ടി പറഞ്ഞിട്ട് ഇതിനവിടെ ചോദിച്ചപ്പോൾ അവിടെ ഏകദേശം 60-50 ബാത്ത് ആ ഒരു റേഞ്ചിലാണ് പ്രൈസ് പോകുന്നത്. പക്ഷേ ഇവിടെ 25 ബാത്ത്. 25 ബാത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊരു 60 റുപ്പീസ്. കുറവില്ല, പക്ഷേ കൂടുതലുമില്ല. ഈ തണുപ്പുള്ള സാധനം കുടിച്ചിട്ടേ മൂക്കിൻ്റെ ഇവിടെ ഭയങ്കര സീൻ.